ഹായ്, എല്ലാവർക്കും നമസ്കാരം. MMG എസ്റ്റേറ്റ് വാഗമണിൽ വെച്ച് നമ്മളൊരു മീറ്റപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓവർലാൻഡേഴ്സിൻ്റെ ടീം ഓവർലാൻഡേഴ്സിൻ്റെ മീറ്റപ്പാണ്. അതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ എടുത്ത് കാണട്ടോ, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ഫസ്റ്റ് ട്രാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മൾ സെക്കൻഡ് ട്രാക്കിലേക്കുള്ള ഷിഫ്റ്റിങ്ങിലാണ്. ഏകദേശം 33 വണ്ടിയുണ്ട് ടീം ഓവർലാൻഡേഴ്സിൻ്റെ കീഴിൽ തവണ. എല്ലാം ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നേ ഉള്ളൂ. ഒരു 4x4 വണ്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്മിനെ കോൺടാക്ട് ചെയ്യാം. സെക്കൻഡ് ട്രാക്ക് ഡെമോ കാണിക്കാൻ ഇറങ്ങിയ ബൊലേറോ ആട്ടാ, സ്ലഷിൽ പെട്ടുപോയി. അതിൻ്റെ ഒരു ട്രാക്കിൻ്റെ ഗതി മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത് കണ്ട് ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും ആവേശം മൂത്തു. നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു ട്രാക്കാണ്. മഹീന്ദ്രയുടെ ബൊലേറോ വിഞ്ച് ചെയ്യാനായിട്ട് മഹീന്ദ്രയുടെ ജീപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നൈലോണിൻ്റെ വിഞ്ചാണ്. നൈലോൺ വിഞ്ചിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഈസി യൂസേജ് ആണ്. സിമ്പിളായിട്ട് പുൾ ഔട്ട് ചെയ്യാം. അത് വെച്ചിട്ട് പുള്ളിയാണ് വണ്ടി കയറി വന്നു. വിഞ്ച് ചെയ്യുമ്പോൾ വണ്ടി കയറി വന്നു. ഒരുത്തനെ കയറ്റി വിട്ടപ്പോൾ ധൈര്യമായി. ആ ധൈര്യത്തിൽ ഇത് അടുത്ത വണ്ടി ഇറങ്ങിയിട്ടാ. പക്ഷെ ഇവൻ പുലിയാണ്. സിമ്പിളായിട്ട് അടിച്ച് കയറി വരും. അടുത്ത വണ്ടി ഇറങ്ങി. ഒരു കാര്യത്തിൽ സമ്മതിക്കാൻ വേണ്ട, മഹീന്ദ്രയുടെ എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ടർബോ എഞ്ചിനാണെങ്കിൽ ഒന്നും പറയാനില്ല. കാര്യത്തിൽ നിങ്ങൾ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ കൊണ്ട് നൈസായിട്ട് കൊണ്ട് പാർക്ക് ചെയ്യുക. പക്ഷേ വിഞ്ചുള്ളൊരു വണ്ടി എപ്പോഴും താഴത്തുണ്ടാവും കേട്ടോ, ട്രാക്കിനോട് ചേർന്നുണ്ടാവും. കാരണം എപ്പോഴാണ് റിക്കവറി വേണ്ടതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ റിക്കവറിക്ക് വേണ്ടിയിട്ട് വണ്ടി എപ്പോഴും വേണം. കൂടാതെ മെക്കാനിക്കൽ സപ്പോർട്ടും മെഡിക്കൽ സപ്പോർട്ടിനും സെപ്പറേറ്റ് വണ്ടിയുണ്ട്. സെക്കൻഡ് ട്രാക്ക് കുറച്ച് ടഫാട്ടോ, ഓവർ സ്ലഷിയാണ്. നമ്മൾ എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കംപ്ലീറ്റ് ചെയ്ത വണ്ടിയുണ്ട്, എന്നാലും കുറച്ച് ടഫാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് റിക്കവറി എപ്പോഴും വേണ്ടി വരും. പറയാനുള്ളത് ഇത് പൊന്നാരളെ, ഇത് കഴുപ്പെന്ന് പറയും ഞങ്ങൾ. ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, കൈ മെയ് മറന്ന് സഹായിക്കണമുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ ഒത്തൊരുമിച്ച് ശ്രമിക്കുന്നത് ജിംനി ഇതിലേക്ക് ഇറക്കാനാണ്. ജിംനി ഇറക്കി കഴിയുമ്പോൾ എന്താ ഉണ്ടാവണം അറിയാം. നമ്മളുടെ റിക്കവറിക്ക് വേണ്ടി ഇരിക്കുന്നതാണ് സപ്പോർട്ടിന്. ജിംനി ഇറക്കണതിന്റെ ഭാഗമായിട്ട് റിക്കവറിക്ക് വണ്ടി വരെ കൊണ്ടുപോയി. പക്ഷെ ആ വണ്ടി വെച്ച് ആദ്യം റിക്കവർ ചെയ്യേണ്ടുന്നത് കൂട്ടത്തിലെ കൊമ്പനെയാണ്, സ്കോർപ്പിയോനെ. അവൻ്റെ ഫ്രണ്ട് ആക്സിൽ ഒടിഞ്ഞു പോയി. അത് കാരണം അവനെ റിക്കവർ ചെയ്ത് കേട്ടിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഇതിനകത്തൊരു പ്രത്യേകതരം കാര്യം ശ്രദ്ധിക്കാറുണ്ട്. മെയിൻ്റനൻസ് എന്നുള്ള കാര്യം നമ്മൾ ഇതിനകത്ത് ചിന്തിക്കരുത്. നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യത്തിൽ നമ്മൾ പൈസ ഇറക്കണതിനെ കുറിച്ച് ആലോചിച്ച് ബേജാറായിട്ട് കാര്യമില്ല. പല വഴിയിലൂടെ പല രീതിയിൽ നമുക്ക് ഇതിനകത്ത് കാശ് പോകും. വേറൊന്നുമല്ല, മെയിൻ്റനൻസിൽ. കാരണം എല്ലാം അപ്രതീക്ഷിതമാണ്. പക്ഷെ നമ്മളാരും അതിനുള്ള കണക്ക് നോക്കുകയോ ചെയ്യാറില്ല. കാരണം ഇതൊരു കലയാണ്, ഇതൊരു പ്രാന്താണ്. നമ്മളെല്ലാം വണ്ടി പ്രാന്തന്മാരാണ്. നമ്മളിങ്ങനെ ഈ ആനക്കുട്ടീനെ ഏത് റോട്ടിൽ കൂടി ഏത് കാട്ടിൽ കൂടി എങ്ങനെ വേണമെങ്കിലും പായിക്കും. കാരണം അതിനുള്ള സ്റ്റഡി ക്ലാസ് അവിടെ നടന്നുകൊണ്ടിരിക്കണം. 2018 വെള്ളപ്പൊക്കം വന്നപ്പോഴും അതുപോലെ പ്രളയത്തിൻ്റെ സമയത്തും പല ആവശ്യങ്ങൾക്കും ഇതുപോലെ നമ്മൾ പല രീതിയിൽ പല സഹായങ്ങളും എത്തിച്ചിട്ടുണ്ട്. ഏത് മലയിടിച്ചിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം വന്നാലും അവിടെ എല്ലാം കൈമെയ് നോക്കാതെ, വണ്ടിയിൽ എഞ്ചിനിൽ വെള്ളം കയറുന്നു നോക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരുന്നു നോക്കാതെ വണ്ടിയായിട്ട് ഏത് വെള്ളത്തിലേക്ക് എടുത്ത് ഇറങ്ങുന്ന ഒരു പറ്റ ഓഫ് റോഡേഴ്സ് ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതിനുള്ളിൽ നമുക്ക് അഭിമാനിക്കാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോൾ ലാസ്റ്റ് നടന്ന ചൂരൽമലയിലെ ഉരുൾപൊട്ടലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
നമ്മൾ ഈ മീറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുണ്ടോ എന്ന് ചെറിയൊരു സംശയം. കാട് കയറി സംസാരിക്കുന്നു, അതിനും മാത്രം ഞാൻ വളർന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരാം. ഭക്ഷണത്തിന് ശേഷം നമ്മൾ സെക്കൻഡ് ട്രാക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ബാക്കിയുള്ളവർക്കും കൂടി ഓടിച്ച് പഠിക്കാനും അതുപോലെ ബാക്കിയുള്ളവർക്കും കൂടി ഇതിനകത്തൊരു വൈവിധ്യം നേടാനും ഉള്ളൊരു അവസരമായിരുന്നു. എല്ലാ വണ്ടിയും നമ്മൾ ഇറക്കി, 33 വണ്ടികൾ നമ്മൾ ഇറക്കി. എല്ലാ വണ്ടിയും റിക്കവർ ചെയ്തു. ചില വണ്ടികൾ തന്നെ കയറി വന്നു. നമ്മളെ കണ്ണും പൂട്ടി ഞെട്ടിച്ചത് ജിംനി ആയിരുന്നു. ജിംനിയുടെ കേപ്പബിലിറ്റി ഒന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ജിംനി. ഓട്ടോലോക്ക് മുതൽ പല ഫീച്ചേഴ്സും വണ്ടിക്കുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ചുമ്മാ പുട്ട് പോലെയാണ് വണ്ടി കയറി വരുന്നത്. ജിംനിയുടെ കേപ്പബിലിറ്റിയെ കുറിച്ച് ഇനിയൊരു തർക്കം ഉണ്ടാകരുത്. ആർക്കിലെങ്കിലും പറയണ്ട, പറയാനെങ്കിൽ ഇപ്പൊ പറയണം. എല്ലാ ജിംനി ഇറക്കിയ ശേഷം കൂട്ടത്തിലെ രാജാവിൻ്റെ വരവായിരുന്നു LC. അവൻ വന്നതും പോയതും കയറിയതും ഒന്നും ആരും അറിഞ്ഞില്ല. വണ്ടി സ്വയം വഴി വെട്ടി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. യാതൊരു കൂസലും ഇല്ലാതെ എല്ലാം അവൻ്റെ കേപ്പബിലിറ്റിയിൽ ഒതുങ്ങുന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് അവൻ കാണിച്ചു തന്നു. സെക്കൻഡ് ട്രാക്ക് എല്ലാ വണ്ടിയും കംപ്ലീറ്റ് ചെയ്തിട്ടാ. ഇനി മൊട്ടക്കുന്ന് മൈതാനത്ത് കൊണ്ടായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കല്, അതിൻ്റെ ചില ആഹ്ലാദ പ്രകടനങ്ങളും.